Hi friends, welcome back to Mazin Medias. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഗാദറിംഗ് ഫ്രൂട്ട് വെച്ച് ഫ്രില്ലിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് കേട്ടോ കാണിക്കാൻ പോണത്. ഇത് ഉഷൻ്റെ തന്നെ ഒരു ഗാദറിംഗ് ഫ്രൂട്ടാണ് കേട്ടോ. ഇത് വെച്ച് ഫ്രില്ലിട്ടെടുത്ത് എനിക്കത്ര ഒരു സുഖം തോന്നിയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ കൈ വെച്ച് ഫ്രില്ലിട്ടെടുക്കണ അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും ഇങ്ങനെ ഇത് വെച്ച് ചെയ്തെടുക്കുമ്പോൾ കിട്ടണില്ല. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് നമുക്ക് മെഷീനിൽ സെറ്റ് ചെയ്യാനും നല്ല പണിയാണ്. സാധാരണ ഫ്രൂട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബാക്കിലുള്ള ഈ ലിവർ ഉണ്ടല്ലോ, ഈ മെഷീനിൽ ഈ ബാക്കിൽ കാണുന്ന ലിവർ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഫ്രൂട്ട് എന്താണ് ഇങ്ങനെ എടുത്തുകാണ്ട് വേറെ ഫ്രൂട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒന്നിങ്ങനെ ഇത് വെച്ചുകൊണ്ട് താത്തി കൊടുത്താൽ തന്നെ ഫ്രൂട്ട് സെറ്റായി കിട്ടും. പക്ഷേ ഈ ഗാദറിംഗ് ഫ്രൂട്ട് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഗാദറിംഗ് ഫ്രൂട്ട് ഈ സ്ക്രൂ അയച്ചുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ നമ്മുടെ മെഷീൻ്റെ കൂടെ കിട്ടണ ഈ ടൂൾസ് വെച്ച് ആദ്യം ഈ സ്ക്രൂ ഒന്ന് അയച്ചെടുക്കാൻ കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഫ്രൂട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ സ്ക്രൂ അയക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ ഈ ഭാഗം മൊത്തമായിട്ട് ഇങ്ങനെ നയിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മുടെ ഈ ഗാദറിംഗ് ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഭാഗം ആ സ്ക്രൂവിൻ്റെ ഉള്ളിലോട്ടൊന്നിങ്ങനെ കയറ്റി കൊടുത്താൽ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫ്രൂട്ട് അതിൽ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് ഇപ്പോൾ ഇതിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ആദ്യം ഞാനൊരു നെറ്റിൻ്റെ ക്ലോത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഗാദറിംഗ് ഫ്രൂട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ത്രെഡ് ടെൻഷൻ ഒരു 7-8 വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ സെലക്ടറും ലെങ്ത്തും പിന്നെ സാധാരണ നമ്മൾ വെക്കണ 7-ഉം 2-ലോ 3-ലോ വെച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ നെറ്റിൻ്റെ പീസിലാണ് കേട്ടോ ഫ്രില്ലിട്ടെടുക്കണത്. ഇതിങ്ങനെ ഫ്രില്ലിട്ടെടുക്കുമ്പോൾ ചെറിയ ഫ്രില്ലായിട്ടാണ് കേട്ടോ കിട്ടണത്. പിന്നെ അത്ര ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. നൂലിൻ്റെ അതൊക്കെ അത്ര ഒരു കറക്റ്റായിട്ട് കിട്ടണതൊന്നുമില്ല. നൂലൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ നേരിട്ട് കൈകൊണ്ട് ഫ്രില്ലിട്ട് എടുക്കണ അത്ര ഒരു പെർഫെക്ഷനൊന്നും ഇത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ ആ നെറ്റിൻ്റെ പീസ് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നെറ്റൊക്കെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ കൈകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിനേക്കാളും നല്ല കറക്റ്റായി ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നെറ്റിൽ ഫ്രില്ലിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ചെറിയ ഫ്രില്ലുണ്ടല്ലോ, ആ ഒരു രീതിക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ ഫ്രൂട്ട് മാറ്റി കൊടുക്കണമെങ്കിൽ സ്ക്രൂ അയച്ചൊക്കെ മാറ്റി കൊടുക്കണ്ടേ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പെർഫെക്ഷനൊന്നും ഇപ്പോൾ ഈ ഫ്രില്ലിന് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കത് എളുപ്പമായി തോന്നിയിട്ടുള്ളത് കൈകൊണ്ട് ഫ്രില്ലിട്ടെടുക്കാൻ തന്നെ. ഇനി ഞാൻ ഈ ക്ലോത്തിൽ ഇതിലൊന്ന് ഫ്രില്ലിട്ടെടുക്കാൻ നോക്കുകയാണ്. നമുക്ക് ഫ്രോക്കിനൊക്കെ വേണ്ട ഈ ചെറിയ ഫ്രില്ലുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതല്ലാതെ ഈ സ്കേർട്ടിനൊക്കെ പറ്റിയ വലിയ ഫ്രില്ലൊന്നും ഇത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ ഒരു രീതിയിലുള്ള ഫ്രില്ല് മാത്രമേ നമുക്ക് ഇതിമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നെറ്റിൽ ഫ്രില്ലിട്ടെടുത്തതിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ക്ലോത്തിൽ ഫ്രില്ലിട്ടെടുത്തപ്പോഴാണ് കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടി ഒരു കാണാൻ ഭംഗി തോന്നിയിട്ടുണ്ട് ഇതിൽ ഫ്രില്ലിട്ടെടുത്തപ്പോൾ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.